നമസ്കാരം, ഞാൻ വിനു വളാരി തഴുവ. നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിനെ പറ്റി എന്താണ്? വലതുഭാഗത്തൂടെ വന്ന് ഇടതുഭാഗത്തൂടെ അകത്തോട്ട് കയറണം. എന്നിട്ട് തിരിച്ചിറങ്ങുന്നത് അതുപോലെ തന്നെ ആയെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിൽ ഒരു ആലിന് 7 വലമാണ് വെക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 വലം എന്ന് വെച്ചാൽ ബ്രഹ്മാവിന് നമ്മൾ വലം വെക്കാറില്ല. ദയവായിട്ട് നമ്മൾ ഒരു പൂജ നടത്താറില്ല. നമ്മൾ മഹാവിഷ്ണുവിന് 4 വലവും ശിവന് 3 വലയോടെ കണക്കൂട്ടിയാണ് ആലിന് 7 വലം നമ്മൾ വെക്കുന്നത്. അതേപോലെ തന്നെയാണോ ഗണപതിക്കും വലം വെക്കാറുള്ളത്? അല്ലല്ല, 7 വലം വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു മന്ത്രം ജപിക്കണം. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രതോ രുദ്രരൂപായ എന്നുള്ള മന്ത്രം നമ്മൾ ജപിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ് താഴെ ഭാഗത്തും മരത്തിൻ്റെ, അതായത് വൃക്ഷത്തിൻ്റെ താഴെ ഭാഗത്തും, മധ്യഭാഗത്ത് വിഷ്ണുവും ഏറ്റവും മുകളിൽ ഭാഗത്ത് ശിവനുമാണ് ഇരിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാറ്.